ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ പോവാണ്. കാലഡോസ്കോപ്പിലെ ഒരു പോവാം. ടെക്സ്റ്റ് കരോൾ ആൻഡ് ഡഫീരെയാണ്. ഇത് നോക്കാം. ആദ്യം തന്നെ കരോൾ ആൻഡ് ഡഫീരെ പ്രൊഫൈൽ നോക്കാം നമുക്ക്. കരോൾ ആൻഡ് ഡഫി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് ലിവിങ് പോയറ്റ്സ് ഇൻ യുണൈറ്റഡ് കിങ്ഡം. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പോയിറ്റാണ് കരോൾ ആൻഡ് ഡഫി എന്ന് പറയുന്നത്. അദ്ദേഹം UK-കാരനാണ്, യുണൈറ്റഡ് കിങ്ഡം ആണ്. ഡഫി വാസ് ബോൺ ഇൻ ഗ്ലാസ്ഗോ. എവിടെയാണ് ജനിച്ചത്? ഗ്ലാസ്ഗോവിലായിരുന്നു ജനനം, സ്കോട്ട്ലാൻഡിൽ. 1955 ജനനം. ടു എ വർക്കിംഗ് ക്ലാസ് ഫാമിലി, ഒരു വർക്കിംഗ് ക്ലാസ് ഫാമിലിയിലേക്കാണ് ജനിച്ചത്. ലേറ്റർ മൂവിങ് ടു ഇംഗ്ലണ്ട് ആസ് എ ചൈൽഡ്. കുട്ടിയായിരുന്നപ്പോൾ തന്നെ അവർ ഇംഗ്ലണ്ടിലേക്ക് മാറി. She began publishing poetry in 1980s. 1980s ആയപ്പോഴേക്കും അവർ പബ്ലിഷ് ചെയ്യാനായിട്ട് തുടങ്ങി. കവിതകൾ. വൈൽ സ്റ്റഡിയിങ് അറ്റ് ലിവർപൂൾ യൂണിവേഴ്സിറ്റി, അതായത് 25-24 വയസ്സ് മുതൽ അവർ പഠിക്കുന്ന കാലം മുതൽ കവിതകൾ എഴുതാനും അത് പബ്ലിഷ് ചെയ്യാനും പ്രസിദ്ധീകരിക്കാനും തുടങ്ങി. ഹെർ ഏർലി കളക്ഷൻസ് അവരുടെ ഏർലി കളക്ഷൻസ് ആയിട്ടുള്ള സ്റ്റാൻഡിങ് ഫീമെയിൽ ന്യൂഡ്, 1985 സ്റ്റാൻഡിങ് ഫീമെയിൽ ന്യൂഡ് എസ്റ്റാബ്ലിഷ്ഡ് ഹെർ ഡിസ്റ്റിങ്ക്റ്റീവ് വോയിസ് ഷേപ്ഡ് ബൈ വിറ്റ്, ആങ്കർ, വയലൻസ് ആൻഡ് ടെൻഡർനെസ് ഇൻ അൺപാക്കിംഗ് ലീവ്ഡ് ഫീമെയിൽ എക്സ്പീരിയൻസസ്. അതായത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മോശം അനുഭവങ്ങളെക്കുറിച്ചിട്ട് അത് അൺപാക്കിംഗ് ആണ്. ഒരിക്കലും പാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും മോശം അനുഭവങ്ങളാണ് സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ അവർ ശബ്ദമുയർത്തി. അവരുടെ ശബ്ദത്തെ അവർ ഷേപ്പ് ചെയ്തു. എന്തുപയോഗിച്ച്? വിറ്റ്, അതായത് ഇൻ്റലിജൻസ് കൊണ്ട്. ആങ്കർ, പലപ്പോഴും അവരുടെ കവിതകളിൽ ദേഷ്യം കാണാമായിരുന്നു. വയലൻസ് കാണാമായിരുന്നു. ആൻഡ് ടെൻഡർനെസ്, സ്നേഹപൂർവ്വം. എല്ലാം തന്നെ അവർ ഈ ഒരു മോശമായിട്ട് സ്ത്രീകൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ഫീമെയിൽ എക്സ്പീരിയൻസസിനെ, സ്ത്രീകളുടെ അനുഭവങ്ങളെ അവർ വരച്ചു, കവിതകളിലൂടെ കാട്ടിയെന്ന്. ഓക്കെ. അപ്പോയിൻറ്റഡ് പോയറ്റ് ലോറേറ്റ് ഓഫ് ദ UK in 2009. എന്താ പോയറ്റ് ലോറേറ്റ് എന്ന് പറഞ്ഞാൽ? ഓരോ കൺട്രിക്കും ഒരു ആസ്ഥാന കവി ഉണ്ടായിരിക്കും. അതിനെയാണ് പോയറ്റ് ലോറേറ്റ് എന്ന് പറയുന്നത്. UK പോയറ്റ് ലോറേറ്റ് ആയിരുന്നു 2009. ഡഫി ഈസ് ദ ഫസ്റ്റ് ഓപ്പൺലി ക്യൂർ ആൻഡ് ദ ഫസ്റ്റ് ഫീമെയിൽ പോയറ്റ് ലോറേറ്റ്. ഒരു പക്ഷേ ആദ്യത്തെ ഫീമെയിൽ പോയറ്റ് ലോറേറ്റ് UK ആരായിരുന്നു? ഡഫി ആയിരുന്നു എന്ന് പറയാം. ഡഫീസ് റൈറ്റിംഗ് ഓഫേഴ്സ് കമ്പാഷനേറ്റ് ഇൻസൈറ്റ് ഇൻ ടു ഓവർലുക്ക്ഡ് ഫീമെയിൽ ആൻഡ് മാർജിനലൈസ്ഡ് വ്യൂ പോയിൻറ്റ്സ്. അവരുടെ റൈറ്റിംഗ് ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള, സ്നേഹപൂർവ്വമായിട്ടുള്ള ഒരു ഇൻസൈറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അവർ ഓവർലുക്ക് ചെയ്തു ഫീമെയിൽസിൻ്റെ കാര്യം, അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വ്യൂ പോയിൻറ്റ്സ് ഒക്കെ. Her works delve into both personal conflict and larger social issues. വ്യക്തിപരമായ പ്രശ്നങ്ങളെക്കുറിച്ചും സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അവരുടെ കവിതകളിൽ നമുക്ക് കാണാമായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള പോംസ് എഴുതിയിട്ടുള്ള, സ്ത്രീകൾക്കെതിരെ, സ്ത്രീകളുടെ മോശം അനുഭവങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ഒരു പോയിറ്റാണ് കേട്ടോ ആൻ ഡഫി. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് അവരുടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ പോവമാണ്. അതൊരു ഷോർട്ട് 8 ലൈൻ, വെറും 8 വരി മാത്രമുള്ള ഒരു പോവമാണത്. അണ്ടർലൈൻ ചെയ്യുക. ദാറ്റ് ഓഫേഴ്സ് എ സാഡ് പെർസ്പെക്റ്റീവ്സ് ഓൺ ഹൗ ഓവർ റിലയൻസ് ഓൺ ടെക്നോളജി ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ക്യാൻ റിമൂവ് ഒതൻറ്റിക് ഹ്യൂമൻ കണക്ഷൻ ഫ്രം റൊമാൻസ്. ഈ കവിതയിൽ പറയുന്നത്, നമുക്കറിയാം ലവേഴ്സ് തമ്മിലുള്ള റൊമാൻസും കാര്യങ്ങളൊക്കെ ഓവർ ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ, അതായത് ഫോണിലൂടെ മാത്രം സംസാരിക്കുന്നു, ഫോണിലൂടെ വാട്സപ്പ്, ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ആ ഒരു ലവിൻ്റെ അല്ലെങ്കിൽ റൊമാൻസിൻ്റെ ഒതൻറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സത്യസന്ധത അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത നഷ്ടപ്പെടുന്നു എന്നാണ് പോയിറ്റ് പറയുന്നത്. അത് നഷ്ടപ്പെടുന്നതിൽ ആർക്ക് വിഷമമുണ്ട്? പോയിറ്റിന് വിഷമമുണ്ട്. ഈ ഓവറായിട്ട് ഡിജിറ്റൽ ടെക്നോളജിയും കാര്യങ്ങളും വന്നപ്പോൾ നേരിട്ട് കാണുന്ന സംസാരങ്ങളും അവിടെ എവിടെയും കണ്ടുമുട്ടലുകളൊക്കെ കുറഞ്ഞു. എല്ലാം വീഡിയോ കോൺഫറൻസ്, ടെക്സ്റ്റ് വഴിയൊക്കെയാണ്. പക്ഷേ ഇത് എഴുതുന്ന സമയത്ത് വീഡിയോ കോൺഫറൻസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഈ ഒരു പോവ എഴുതുന്ന സമയത്ത്, ആ സമയത്ത് ടെക്സ്റ്റ് മാത്രമാണ്, ടെക്സ്റ്റ് ടൈപ്പിംഗ് ആണ്.
പക്ഷെ എന്നിട്ട് കൂടി ടെക്സ്റ്റ് റൈറ്റിംഗ് വന്നപ്പോൾ ആ ഒരു റൊമാൻസിൻ്റെ ഒതൻറ്റിസിറ്റി നഷ്ടപ്പെട്ടു എന്നും അതിലൊരുപാട് സങ്കടമുണ്ട് ആർക്ക്, പോയിറ്റിന്. അതാണ് നമുക്ക് ഈ ഒരു കവിതയിൽ കാണാൻ പറ്റുന്നത്. റിട്ടൺ ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ വ്യൂ പോയിൻ്റ്, ഫസ്റ്റ് പേഴ്സൺ വ്യൂ പോയിൻറ്റിൽ തന്നെയാണ് ഈ ഒരു കവിത അതിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ദ സ്പീക്കർ റിഫ്ലെക്ട്സ് ഓൺ ഓവർ അനലൈസിങ് റൊമാൻറ്റിക് ടെക്സ്റ്റ് മെസ്സേജസ് ഫ്രം എ പാർട്ട്ണർ ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ദ ഡിജിറ്റൽ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതൊരു ഫസ്റ്റ് പേഴ്സണിൽ എഴുതിയ കവിതയാണ്. സ്പീക്കർ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നത് ഓവർ അനലൈസിങ് റൊമാൻറ്റിക് ടെക്സ്റ്റ് മെസ്സേജസ്, കൂടുതലും എന്തിനെയാണ്, ടെക്സ്റ്റ് മെസ്സേജസ്, റൊമാൻറ്റിക് ആയിട്ടുള്ള ടെക്സ്റ്റ് മെസ്സേജസ് ആണ് പാർട്ട്ണർ സെൻഡ് ചെയ്യുന്നത്. ഡിജിറ്റൽ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ മാത്രമായിട്ട് അത് ലിമിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിലൊക്കെ ഡഫിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഇതും അണ്ടർലൈൻ ചെയ്യണം. ഡഫി യൂസസ് ദ എക്സ്റ്റെൻഡഡ് മെറ്റഫർ ഓഫ് നർച്ചറിങ് ടെക്സ്റ്റ് മെസ്സേജസ് ലൈക്ക് ആൻ ഇഞ്ചേർഡ് ബേർഡ്. സോ ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജസിലൂടെയുള്ള റൊമാൻസിലെ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജസിനെ, ടൈപ്പ് ചെയ്യുന്ന മെസ്സേജസിനെ ഇഞ്ചേർഡ് ബേർഡ്, അതായത് അപകടം പറ്റിയ ഒരു പക്ഷിയായിട്ടാണ് കാണുന്നത്. മെറ്റഫറായിട്ട് ഇഞ്ചേർഡ് ബേർഡ് എന്നും കൂടെ ഓർക്കാം. ടു കൺവേ ദ സ്പീക്കേഴ്സ് വറീഡ് ഹൈപ്പർ ഫോക്കസ് ഓൺ ഹേഴ്സ് പാർട്ട്നേഴ്സ് ടെക്സ്റ്റ് ഫോർ എനി ട്രേസ് ഓഫ് എഫെക്ഷൻ. അവർ ആകെ വറീഡാണ്, പോയിട്ട് ആകെ സങ്കടത്തിലാണ്. കാരണം പാർട്ട്ണർ ഇപ്പോൾ എന്തുമാത്രം അയക്കുന്നുള്ളൂ, ടെക്സ്റ്റ് മെസ്സേജസ് ആണ്. അതിലൊരു രീതിയിലുള്ള എഫെക്ഷനോ സ്നേഹമോ ആർക്ക് ഫീൽ ചെയ്യുന്നില്ല, പോയിറ്റിന് ഫീൽ ചെയ്യുന്നില്ല. ദ ബേർഡ് മെറ്റഫർ ഇവോക്സ് ടെൻഡർനെസ് ആൻഡ് കൺസേൺ ഫോർ സംതിങ് ഫ്രജൈൽ. അപ്പോൾ ഈ ഒരു ഇഞ്ചേർഡ് ബേർഡ് എന്ന് പറഞ്ഞ ഒരു മെറ്റഫർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് ഒരു ടെൻഡർനെസ് ആണ്, പോലെ ഒരു ടെൻഷൻ, ഒരു ആൻസൈറ്റി, കൺസേൺ ആണ് ഫോർ സംതിങ് ഫ്രജൈൽ, അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന്. ദിസ് കോൺട്രാസ്റ്റ് ദ ആർട്ടിഫിഷ്യാലിറ്റി ഓഫ് അനലൈസിങ് XS and the words on the screen for the clues to the relationship's health. പല വാക്കുകളെയും കുറിച്ചാണ് ഇവിടെ പറയുന്നത്. റിപ്പീറ്റേഷൻ ഓഫ് ദ വേർഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഇതിൽ ഒരുപാട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. ഈ റിപ്പീറ്റേഷൻ, ടെക്സ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് തന്നെ എക്കോ ചെയ്യുന്നത് എന്താണ്, ഹൗ ഡിജിറ്റൽ മെസ്സേജിങ് ബൊംബാർഡ്സ് അവർ ലൈഫ്സ് ആൻഡ് റിലേഷൻഷിപ്പ്. എങ്ങനെയാണ് ഡിജിറ്റൽ മെസ്സേജിങ് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ബന്ധത്തെയും ബോംബിട്ട് നശിപ്പിക്കുന്നത് പോലെയാണെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ബ്രോക്കൺ, ഡിസ്ജോയിൻറ്റഡ്, കോഡ് ഇതൊക്കെ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു വേർഡ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അതായത് വേർഡ്സ് ആയിട്ടുള്ള ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ എന്താ, തകരുക. ഡിസ്ജോയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ ജോയിൻ്റ് ഇല്ലാതെ എന്നാണ്. കോഡ്, മിറർ ഹൗ ടെക്സ്റ്റിംഗ് ഫ്രാക്ചേഴ്സ്, എങ്ങനെയാണ് ഈ ടെക്സ്റ്റിംഗ് പീസാക്കുന്നത്, നമ്മുടെ എന്തിനെ പീസാക്കുന്നത്, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻ്ററാക്ഷനെ എന്ന് പറയുകയാണ്. അതുപോലെ കോഡിനെയൊക്കെ ഫ്രാഗ്മെൻറ്റ്സ് ആക്കി മാറ്റുകയാണ്. ഡിവോയ്ഡ് ഓഫ് ട്രൂ കണക്ഷൻ ഫൗണ്ട് ഇൻ ബോഡി ലാംഗ്വേജ്, ടച്ച് ആൻഡ് വോയിസ്. ശരിയാണല്ലേ, റൊമാൻറ്റിക് ആയിട്ടുള്ള കപ്പിൾസ് കണ്ടുമുട്ടുന്നു, സംസാരിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജിലൂടെ ലവ് ചെയ്യുന്ന ഒരു ടച്ച്, വോയിസ്, അതൊക്കെയാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ലവ് അല്ലെങ്കിൽ റൊമാൻസ് അവിടെ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത്. The inability to picture one partner captures how virtual communication obscures sensual emotional nuances. The final lines resign an acknowledgement that speaker's loving thoughts will never be truly heard, concludes the poem on a poignant, sobering note regarding over-reliance on technology. പറയാണ്, ടെക്നോളജി കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും കൃത്യമായിട്ട് നമുക്ക് ഒരാളോട് പറയാനോ നമുക്കും അയാളോട് ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാനോ സാധിക്കില്ല. അപ്പോൾ അത് സാധിക്കാൻ കഴിയാത്തതിൽ സങ്കടത്തോടു കൂടി തന്നെയാണ് ഈ കവിത അവസാനിക്കുന്നത്. നമുക്കതിൻ്റെ ടെക്സ്റ്റ് നോക്കാം, ടെക്സ്റ്റ് സെക്ഷൻ നോക്കാം എങ്ങനെയാണെന്ന്. എന്താ പറയുന്നത്, ഐ ടെൻഡ് ദ മൊബൈൽ നൗ, ഐ ടെൻഡ് ദി മൊബൈൽ നൗ ലൈക്ക് എ ഇഞ്ചേർഡ് ബേർഡ്. ടെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, പരിപാലിക്കുക. ഞാനിപ്പോൾ ഈ മൊബൈലിനെ നോക്കുന്നത്, പോയിറ്റ് പറയാണ്, ആരാണ്, പോയിറ്റാണ്. കരോൾ ആൻഡ് ഡഫി പറയാണ്, ഐ ടെൻഡ് ദ മൊബൈൽ നൗ, ഞാനിപ്പോൾ ഈ മൊബൈലിനെ പരിപാലിക്കുന്നത് ലൈക്ക് ആൻ ഇഞ്ചേർഡ് ബേർഡ്, ഒരു മുറിവേറ്റ പക്ഷിയെ പോലെയാണ്. ലൈക്ക് വന്നിട്ടുള്ളത് കൊണ്ട് ആ ലൈനിൽ നമുക്ക് കാണാൻ പറ്റുന്ന പോയറ്റിക് ഡിവൈസ് സിമിലിയാണ്.
വീണ്ടും പറയാണ്, വി ടെക്സ്റ്റ് 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 3 തവണ ടെക്സ്റ്റ് പറയുന്നുണ്ട്, റിപ്പീറ്റേഷനാണ്. സോ ആ ഒരു ടെക്സ്റ്റിനോടുള്ള അവരുടെ ദേഷ്യവും സങ്കടവും ഒക്കെ നമുക്ക് ആ റിപ്പീറ്റേഷനിൽ കാണാം. റിപ്പീറ്റ് ചെയ്ത് പറയാണ്, വീണ്ടും എംഫസൈസ് ചെയ്യാനായിട്ട്. വി ടെക്സ്റ്റ് 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 അവർ ഇൻസിഗ്നിഫിക്കൻറ്റ് വേർഡ്സ്. എന്താ പറയുന്നത്? വി ടെക്സ്റ്റ് 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 അവർ സിഗ്നിഫിക്കൻറ്റ് വേർഡ്സ്. പ്രധാന വാക്കുകൾ, സിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞാൽ പ്രധാന വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യും? ടെക്സ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെയോ, ഐ റീഡ് യുവർ ഫസ്റ്റ്, ഞാൻ വായിക്കും, പിന്നെയും വായിക്കും. യുവർ സെക്കൻഡ്, രണ്ടാമത്തെ മെസ്സേജും വായിക്കും. യുവർ തേർഡ്, മൂന്നാമത്തെ മെസ്സേജും വായിക്കും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലവറിൻ്റെ കയ്യിൽ നിന്നും പോയിറ്റിന് എന്ത് വരികയാണ്? മെസ്സേജ് വരികയാണ്. ആ മെസ്സേജ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നോണം അത് വായിക്കും, പിന്നെയും വായിക്കും. ലുക്ക് ഫോർ യുവർ സ്മോൾ എക്സ് എക്സ്. പിന്നെ നിങ്ങളുടെ എന്ത് നോക്കും ഞാൻ അതിൽ? സ്മോൾ എക്സ് എക്സ്. ഇവിടെ സ്മോൾ എക്സസ് സൂചിപ്പിക്കുന്നത് എന്താണ്? എക്സ് എക്സ് കാണിക്കുന്നത് കിസ്സസ് ആണ്. എക്സ് എക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്? കിസ്സസ് ആണ്. അതിന് വേണ്ടി ഞാൻ നോക്കും എന്ന് പറയാണ്. ഫീലിംഗ് എബ്സേർഡ്, ഭയങ്കര എബ്സേർഡ്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എബ്സേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? മീനിങ്ലെസ്, ഒരു അർത്ഥമില്ലാത്ത പോലെ. അൺറീസണബിൾ, ഒരു കാരണവുമില്ല, ഒരു അർത്ഥമില്ലാത്ത പോലെ എനിക്ക് തോന്നും. ദ കോഡ്സ് വി സെൻഡ്, നമ്മൾ കോഡ് ഭാഷയിൽ ഓരോന്ന് സെൻഡ് ചെയ്യും. അറൈവ് വിത്ത് എ ബ്രോക്കൺ കോഡ്, പക്ഷേ അത് ഒരാൾ സെൻഡ് ചെയ്യുന്ന കോഡ് മറ്റൊരാളിലേക്ക് എത്തിച്ചേരുമ്പോഴേക്കും അതിന് താളം തെറ്റും. അതൊരു ബ്രോക്കൺ കോഡ്, പൊട്ടിയ ഒരു വള്ളി പോലെയാണ്. ബ്രോക്കൺ കോഡ്, പൊട്ടിയ ഒരു കോഡ് എന്ന് പറഞ്ഞൊരു വള്ളി വേണമെങ്കിൽ പറയാം. സോ അവിടെയും നമുക്ക് എന്ത് കാണാം? മെറ്റഫർ കാണാം. അങ്ങനെ ബ്രോക്കൺ കോഡ് പോലെയാണ്. പിന്നെയോ, ഐ ട്രൈ ടു പിക്ചർ യുവർ ഹാൻഡ്സ്, ദെയർ ഇമേജ് ഈസ് ബ്ലേഡ്. ഞാൻ ട്രൈ ചെയ്യും ആ പിക്ചർ, കയ്യെങ്കിലും ഒന്ന്, ആ ഒരു കയ്യെങ്കിലും കാണാം. പക്ഷേയോ അതുമില്ല, വെറും ടെക്സ്റ്റ് മാത്രമല്ലേ. അപ്പോൾ ഐ ട്രൈ ടു പിക്ചർ യുവർ ഹാൻഡ്സ്, their image is blurred. Nothing my thumbs press will ever be heard. പിന്നെന്താ പറയുന്നത്? തമ്പ് പ്രസ് ചെയ്ത് ടൈപ്പ് ചെയ്യുന്നുള്ളൂ, ഒരു ശബ്ദവും അവിടെ കേൾക്കുന്നില്ല, ഒരു ചിത്രവും അവിടെ കാണുന്നില്ല. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, അന്ന് ടെക്സ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ടത്തെ ഒരു മൊബൈൽ ഇറങ്ങിയൊരു കാലമാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ വോയിസ്, ഓഡിയോ അയക്കലോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല, ടെക്സ്റ്റ് മാത്രമാണ്. അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജസ് മാത്രമേ വരുള്ളൂ, അല്ലാതെ കാണുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. വീഡിയോ കോൺഫറൻസിങ് അതുപോലത്തെ കാര്യങ്ങളൊന്നുമില്ല, വെറും ടെക്സ്റ്റ് സെൻഡ് ചെയ്യലാണ്. പക്ഷെ അങ്ങനെ ടെക്സ്റ്റ് ചെയ്യുന്ന സമയം, ഡിജിറ്റലായിട്ട് ടെക്സ്റ്റ് മെസ്സേജ് മാത്രം ചെയ്യുമ്പോൾ അവിടെ റൊമാൻറ്റിക് ലവ് നഷ്ടപ്പെടുന്നു എന്ന ഒരു സങ്കടമാണ് പോയിറ്റിന് ഉള്ളത്. അതാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് കേട്ടോ. അതാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോം നിങ്ങൾ നല്ലപോലെ വായിക്കുക. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ സെൻഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു.